നമ്മളോടൊപ്പം ഇപ്പോൾ പ്രസിദ്ധ മാധ്യമ പ്രവർത്തകനായ ജോർജ് കള്ളുവേൽ സാറുണ്ട്. സാർ, അങ്ങേക്ക് കേൾക്കാമല്ലോ അല്ലേ? ഓക്കെ, നമുക്കറിയാം നവംബർ 10 സായാഹ്നം ഒരു 6 മണി കഴിഞ്ഞപ്പോൾ നമ്മളെല്ലാവരും വളരെയേറെ പേടിച്ച, വളരെ ഭീതിയോടെ മാത്രം കണ്ട ആ കാർ ബോംബ് ആക്രമണം നമ്മുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും മായുകയില്ല. ഇപ്പോൾ എങ്ങനെയാണ് ഇന്ത്യൻ തലസ്ഥാനം അങ്ങനെ വലിയൊരു ഭീകരാക്രമണത്തിന് ഭീതിയുടെ നിഴലിൽ തന്നെയാണോ? എന്തെല്ലാം ആണ് സാർ അവിടെ സംഭവിക്കുന്നത്? ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും സുരക്ഷയുള്ള ഒരു റിപ്പബ്ലിക് ദിനാഘോഷമായിരിക്കും ഇത്തവണ നടക്കുക. അത് ഡൽഹി മാത്രമല്ല, കാശ്മീരിലും അതുപോലെ തന്ത്രപ്രധാനമായ പ്രധാന കേന്ദ്രങ്ങളിലും. ഒരു പാകിസ്ഥാൻ ഭീകര സംഘടനകളുടെ ഭാഗത്തു നിന്ന് ഏത് സമയവും ആക്രമണം ഉണ്ടാകാം. പ്രത്യേകിച്ച് നമുക്കറിയാം, ഡൽഹിയിലെ ചെങ്കോട്ടയിൽ നടന്ന നവംബർ 10 നടന്ന ഭീകരാക്രമണവും അതില് പങ്കാളികളായ ഡോക്ടർമാരടക്കമുള്ള വലിയ സംഘത്തെ കണ്ടെത്തുകയും അറസ്റ്റ് ചെയ്യുകയും അതില് സ്വാഭാവികമായിട്ടും അതിന് തിരിച്ചടി കൊടുക്കാൻ ഇവിടെ പാകിസ്ഥാൻ ഭീകരര്, നുഴഞ്ഞുകയറ്റക്കാരും ഇന്ത്യയിലുള്ളവരും ഒക്കെ ശ്രമിക്കുമെന്നൊരു പേടിയല്ല, അതിനെ സംബന്ധിച്ചുള്ള ആശങ്കയുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും വലിയ തോതിലുള്ള ഒരു സുരക്ഷയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ഏറ്റവും പ്രധാന സുരക്ഷ എന്ന് പറയുന്നത് നിർമ്മിത ബുദ്ധിയുടെ AI-യുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെയുള്ള ഒരു പോലീസ് സേനയെ, പ്രത്യേക കമാൻഡോ സേനയെ രംഗത്തിറക്കിയിട്ടുണ്ട്. അവർ 2 ദിവസമായിട്ട് തന്നെ, ഇന്നലെ തന്നെ ഞാൻ നേരിട്ട് കണ്ടതാണ്. അവരുപയോഗിക്കുന്ന കണ്ണാടിയിലൂടെ ഓരോ ഫേസും തിരിച്ചറിയാൻ പറ്റും. അവർക്ക് മേക്കപ്പ് ഉണ്ടെങ്കിലും അവര് മാസ്ക് ഇട്ടിട്ടുണ്ടെങ്കിലും തിരിച്ചറിയാനും അവരെ നിരീക്ഷിക്കുവാനും വാഹനങ്ങളിൽ ഈ പ്രത്യേക കമാൻഡോ സംഘം സഞ്ചരിക്കുന്നുണ്ട്. ഡൽഹിയുടെ മുഴുവൻ AI എനേബിൾഡ് ആയിട്ടുള്ള സ്മാർട്ട് ഗ്ലാസുകളാണ് അവര് അതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. ഏതാണ്ട് 65,000 ക്രിമിനലുകളുടെ, അത് ഭീകരരടക്കമുള്ളവരുടെ ഡേറ്റാബേസ് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അത് റിയൽ ടൈമിൽ പൊട്ടൻഷ്യൽ ത്രെട്ടുകൾ ഏതൊക്കെയെന്ന് കണ്ടുപിടിക്കാൻ, അതിനാണ് ഈ AI-യുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെയുള്ള പുതിയ സംവിധാനം. 10,000-ലേറെ സുരക്ഷാ ഉദ്യോഗസ്ഥരാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളുമായി ഡൽഹിയിലെ എല്ലാ മുക്കും മൂലയും വെച്ച് പറയുന്നത്. ഇത് തന്നെയാണ് കാശ്മീരിലും. ശ്രീനഗറിൽ ഏത് സമയവും ആക്രമണം ഉണ്ടാകാം എന്നതുകൊണ്ട് വളരെ കരുതലോടുകൂടി ഉള്ള സുരക്ഷയാണ്. കാരണം പ്രത്യേകിച്ച് ചെങ്കോട്ട ആക്രമണത്തിന് പിന്നാലെയും നമുക്കറിയാം, നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂർ വഴി പാകിസ്ഥാന്റെ സൈനിക താവളങ്ങളും ഭീകര ക്യാമ്പുകളും തകർത്ത ഒരു വലിയ ഓപ്പറേഷൻ, അതിന്റെ ഒരു ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല പാകിസ്ഥാന്. സ്വാഭാവികമായിട്ടും പാകിസ്ഥാനിലെ ഭീകര സംഘടനകൾ ഏതു മാർഗവും അവലംബിക്കാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ട് തന്നെ ഡൽഹിയിൽ ഒരുപക്ഷെ ഒരു കാലത്തും കാണാത്ത സുരക്ഷയാണ്. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഏതാണ്ട് എല്ലാ വാഹനങ്ങളും പരിശോധിക്കുന്നുണ്ട്. റിഹേഴ്സലുകൾ നടക്കുന്നുണ്ട് റിപ്പബ്ലിക് ഡേ പരേഡിന് വേണ്ടി. നമുക്കറിയാവുന്ന യൂറോപ്യൻ യൂണിയന്റെ നേതാക്കളാണ് ഇവിടെ ഇത്തവണത്തെ വിശിഷ്ടാതിഥികള്. പിന്നെ ഒരു 10,000-ഓളം വിശിഷ്ടാതിഥികളെ പ്രത്യേകം വിളിച്ചു വരുത്തിയിട്ടുമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ പ്രധാനപ്പെട്ട സെൻട്രൽ സെക്രട്ടേറിയറ്റ്, ഉദ്യോഗ് ഭവന്, മന്ദിർ മാർഗ്, അങ്ങനെ ഈ മെട്രോ സ്റ്റേഷൻ, ഡൽഹി മെട്രോ പോലും അവരുടെ ഓരോ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. വിമാനത്താവളങ്ങളിലും വലിയ തോതിലുള്ള സുരക്ഷയാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അത് ആകാശ നിരീക്ഷണം മാത്രമല്ല, അതിനു പുറമെ ഓരോ യാത്രികനെയും പരിശോധിക്കാനും കൂടുതൽ സമയം അതിനു വേണ്ടി ചെലവഴിക്കാനും കൃത്യമായ ഒരു റോഡ്, റെയിൽ, വ്യോമ ഗതാഗതത്തിലൂടെ ഏതെങ്കിലും ഭീകരര് ഇവിടെ എത്താതിരിക്കാൻ എല്ലാ ശ്രമങ്ങളുമാണ് നടത്തുന്നത് എന്നാണ് പോലീസ് കമ്മീഷണർ പറയുന്നത്. സ്വാഭാവികമായിട്ടും ഈ തെർമൽ സ്കാനിങ്ങും ഫേഷ്യൽ റെക്കഗ്നിഷൻ എന്ന് പറയുന്ന ആ ഒരു നടപടിയിലൂടെ തന്നെ ഏതൊരു സാധ്യതകളെയും, ഭീകരാക്രമണ സാധ്യതകളെയും ഇല്ലാതാക്കിയിട്ടുണ്ട് എന്നാണ് സർക്കാരും പോലീസും. നമുക്കറിയാം, കേന്ദ്ര സർക്കാരിന്റെ നേരിട്ട് ഉള്ള കീഴിലാണ് ദേശീയ തലസ്ഥാനമായ ഡൽഹിയിൽ നടക്കുന്നത്. ഉത്തരേന്ത്യയിലും പിന്നെ ഈ നമ്മുടെ വ്യോമ കേന്ദ്രങ്ങള്, നമ്മുടെ സൈനിക കേന്ദ്രങ്ങള്, നമ്മുടെ ആണവ കേന്ദ്രങ്ങൾ അടക്കം എല്ലാ ആക്രമണ ഭീഷണിയുള്ള എല്ലായിടത്തും, പിന്നെ വേദികളിലും, പ്രത്യേകിച്ച് ജനങ്ങൾ കടന്നു വരാവുന്ന മാർക്കറ്റുകള്, തിയേറ്ററുകള്, മാളുകള്, അവിടെയെല്ലാം പതിവിലേറെ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. പോലീസ് കൃത്യമായ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് റോഡ്, ബസ്സുകള്, ട്രെയിനുകള്, വിമാനങ്ങള്, ഇവിടെയൊന്നും ഒരു തരത്തിലുള്ള
സുരക്ഷാ വീഴ്ചയും ഉണ്ടാകാതിരിക്കാനുള്ള കൃത്യമായ ഒരു നടപടികളാണ് ഇപ്പോൾ നടന്നു വരുന്നത്. സാർ, നമ്മൾക്കറിയാം ഈ ഡൽഹി ചെങ്കോട്ട സ്ഫോടനത്തിന് ശേഷമാണ് ഒരു വൈറ്റ് കോളർ ടെററിസം എന്നുള്ളൊരു വാക്ക് തന്നെ ആൾക്കാരുടെ ഇടയിലേക്ക് ഉണ്ടായിട്ടുള്ളത്. മുമ്പ് നമ്മൾ ടെററിസ്റ്റുകളെ പിടിക്കുമ്പോൾ അവർക്ക് ജീവിക്കാൻ നിർവാഹമില്ലാത്തത് കൊണ്ട് അവരെ പോഷിപ്പിച്ച് ടെററിസത്തിലേക്ക് വരുന്നു എന്നുള്ളതാണെങ്കിൽ, ഇപ്പോൾ ഏറ്റവും അഭ്യസ്തവിദ്യരായ, അതും ഡോക്ടർമാർ അടക്കമുള്ളവരാണ് ടെററിസത്തിലേക്ക് തിരിയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യത്തെ ചരിത്രത്തിലാദ്യമായിട്ടാണ് ഡൽഹി പോലീസ് ഇന്ത്യയിൽ നിന്നുള്ളൊരു ഭീകരന്റെ പടം കൂടി വിദേശത്തെ ഭീകരരുടെ ഒപ്പം എല്ലാ മാർക്കറ്റുകളിലും എല്ലാ സുരക്ഷാ മേഖലകളിലും പതിപ്പിച്ചിട്ടുള്ളത്. അത് ചരിത്രത്തിൽ തന്നെ ആദ്യമാണ്. സ്വദേശിയായിട്ടുള്ള ഒരാളെ, ഡൽഹി സ്വദേശിയായിട്ടുള്ള ഒരാളെ IS തീവ്രവാദികളുടെ ഒപ്പം പോസ്റ്റർ ഡിസ്പ്ലേ ചെയ്യുക, മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. ഇതിനെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? തീർച്ചയായിട്ടും. കാരണം ഇത് നമുക്കറിയാമല്ലോ, വെള്ളക്കോളർ അല്ലെങ്കിൽ വൈറ്റ് കോളർ, വളരെ പ്രൊഫഷണലുകള്, ഡോക്ടർമാര്, ഒരു കാലത്തും ഭീകരതയിലേക്ക് പോകാമെന്ന് സംശയിക്കാത്തവര്, അവര് അത് ഒരാളോ രണ്ടുപേരോ അല്ല, ഒറ്റപ്പെട്ടതല്ല, വളരെ സംഘടിതമായി ഈ പാകിസ്ഥാൻ ഭീകര സംഘടനകളുമായി ബന്ധപ്പെട്ട് തന്നെ, നേരിട്ടും ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ കാശ്മീരിൽ നിന്നുള്ളവരാണ് കൂടുതലും. അവിടെയുള്ള ഭീകരരാണ് ഈ ഡൽഹിയിൽ ചെങ്കോട്ടാക്രമണം. സ്വാഭാവികമായിട്ടും ഇന്ത്യയിൽ ഇനിയൊരു പഴയ രീതിയിലുള്ള പരിശോധനകൾ പോരാ എന്ന് വളരെ മുന്നറിയിപ്പ് നൽകുന്നത്, താങ്കൾ പറഞ്ഞതുപോലെ പോസ്റ്ററുകൾ ഇവിടെ ഡൽഹിയിൽ അടക്കം എല്ലായിടത്തും, അതുപോലെ എവിടെയെങ്കിലും സംശയാസ്പദമായ ബോംബുകൾ പോലെ എന്തെങ്കിലും ഉപേക്ഷിക്കപ്പെട്ട വസ്തുക്കൾ കണ്ടാൽ അത് അറിയിക്കാനായിട്ട് നിർദ്ദേശിച്ചുകൊണ്ടുള്ള പോസ്റ്ററുകൾ ഇവിടെയെല്ലാം വച്ചിട്ടുണ്ട്. ഏത് ആക്രമണം വന്നാലും നേരിടാൻ കഴിയുന്ന രീതിയിലുള്ള അതീവ സുരക്ഷകള് സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇത്തവണ ഈ പാരാ ഒളിമ്പിക്സിന് പോകുന്ന, അതിൽ പങ്കെടുത്തതിലുമൊക്കെ ആയിട്ടുള്ള 10,000-15,000-ഓളം സ്പെഷ്യൽ ഗസ്റ്റുകൾ, അതായത് അവര് ഡൽഹിയിൽ പ്രത്യേകിച്ച് ക്ഷണിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് അവരെയൊക്കെ അവരുടെയും ഇന്ത്യയുടെ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും അടക്കമുള്ള ഇന്ത്യയുടെ എൻറ്റയർ ഭരണ രാഷ്ട്രീയ നേതൃത്വവും ഈ രംഗത്തുണ്ട്, ഈ ഡൽഹിയിലെ അപ്പൊ സ്വാഭാവികമായിട്ടും പതിവിലേറെ, ഒരു കാലത്തും ഇല്ലാത്ത അത്രയും സജ്ജീകരണങ്ങളാണ് സുരക്ഷയ്ക്ക് വേണ്ടി ഏർപ്പെടുത്തിയിരിക്കുന്നത്. മനസ്സിലാക്കുന്ന 4 തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ്. അതായത് ഏറ്റവും സുരക്ഷയുള്ള ഒരു ഇന്നർ സർക്കിള്, രണ്ടാമത് വേറൊരു സർക്കിള്, മൂന്നാമതൊരു സർക്കിള്, നാലാമത് ഡൽഹിക്കും ഇതുപോലുള്ള ശ്രീനഗറിനും ഒക്കെ ചുറ്റുമുള്ള പ്രദേശങ്ങൾ. എവിടെ അത് തിരുവനന്തപുരം പോലുള്ള എവിടെയൊക്കെ റിപ്പബ്ലിക് ഡേ പരേഡ് നടക്കുന്നുണ്ടോ എല്ലാ സംസ്ഥാന തലസ്ഥാനങ്ങളിലും, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ, മണിപ്പൂർ അടക്കമുള്ളവരിൽ വലിയ തോതിലുള്ള സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തവണ ഒരു തരത്തിലുള്ള വീഴ്ചയും പാടില്ല എന്നത്. അതിനാൽ തന്നെ ജനങ്ങൾ വളരെ വലിയ ആശങ്കയ്ക്ക് കാരണമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ. അപ്പോൾ എന്തായാലും ഇതുവരെ രാജ്യം കാണാത്ത തരത്തിലുള്ള വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് രാജ്യ തലസ്ഥാനത്ത് ഒരുങ്ങിയിരിക്കുന്നതാണ് നമ്മളോട് മുതിർന്ന മാധ്യമപ്രവർത്തകനായ ജോർജ് കള്ളുവേൽ സാർ പറഞ്ഞത്. സാർ, ഈ വിവരങ്ങളൊക്കെ തന്നതിന് വളരെയേറെ നന്ദി.